അമ്മേ, എന്തായാലും ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കറിയില്ലെന്ന് നീ പറഞ്ഞില്ലേ? സത്യം പറഞ്ഞ എനിക്കൊന്നും അറിയാഞ്ഞിട്ടല്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് പറഞ്ഞ ആളാകാൻ മോഹനേശ്വരൻ ഇഷ്ടമല്ല. മോഹനേട്ടനൊക്കെ അറിയാവുന്ന ആ ചായ ഉണ്ടാക്കിയപ്പോ എനിക്ക് മനസ്സിലായല്ലോ. ചായയുടെ കാര്യം വിട്. ഇപ്പൊ തന്നെ കഴിക്കാൻ എന്താ വേണ്ടത്? ഞാൻ ഉണ്ടാക്കി തരാം. എന്റെ പൊന്നോ, ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ പറയരുത്. എനിക്ക് എന്റെ സാമർത്ഥ്യത്തിലേക്ക് ഒരു അവസരം തരണമല്ലോ. ആ പരീക്ഷ എന്റെ ശരീരത്തിൽ വേണ്ടെന്നാ പറഞ്ഞത്. ശരി, തർക്കം വേണ്ട. അരമണിക്കൂറിനുള്ളിൽ നിനക്ക് കഴിക്കാനുള്ള ഞാൻ ഉണ്ടാക്കി തരും. ഇഷ്ടപ്പെട്ടില്ല നീ കഴിക്കണ്ട. ഇഷ്ടപ്പെട്ട എന്നെ അംഗീകരിക്കാമല്ലോ. പനിയല്ലേ? എനിക്ക് പനി വന്നപ്പോ നീ തന്നത് കഞ്ഞി പയറോ? അത് മതിയോ? നീ എന്തെങ്കിലും നോക്കുന്നത്? ഞാൻ സീരിയസാ. പക്ഷെ ഒരു കാര്യം, നീ അവിടെ നോക്കാൻ പാടില്ല. എന്റെ കോൺസെൻട്രേഷൻ പോകും. അതുകൊണ്ട് നീ അങ്ങോട്ട് വരാനേ പാടില്ല. അരമണിക്കൂർ ഇവിടെ ഇങ്ങനെ ഇരുന്നുള്ള ബാക്കി കാര്യം ഞാൻ ഏറ്റു. നീ സമ്മതിച്ചോ? അത്ര അരിയും പയറും വെറുതെ കളയണം? ഇല്ലെന്നേ, ഞാനല്ലേ പറയുന്നത്. ഇവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ ഇരിക്കണേ. എന്റെ ഈശ്വരാ, ഇതിന് എന്തിനാണാവോ? എന്താണ് ഉണ്ടാക്കേണ്ടത്? പനിയാ. അപ്പൊ കഞ്ഞി പയർ ഉണ്ടാക്കാം. കഞ്ഞിയും പയറും. കഞ്ഞിയും പയറും മതി. മതി. പയറിടാം. ഇട്ടാ വെള്ളം ഒഴിക്കണ്ട ആദ്യം. അരി കഴുകി. ഇനി അരിയിടാം. പൊങ്കാലെന്ന് വിചാരിച്ചു. തേങ്ങ ചിരണ്ടിക്കൊണ്ടുവരാമേ. ഇപ്പൊ ശരിയോ? ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സാറിന്റെ കഞ്ഞി വെക്കാനുള്ള നൈപുണ്യത്തെ വാനോളം പുകഴ്ത്തും. ഇനി സാറിന് പോലും അറിഞ്ഞുകൂടാത്ത വേറൊരു സസ്പെൻസ് ഉണ്ടേ. ഇത് ബാക്കിയിൽ സ്വപ്നത്തെ പോലും കാണൂല. കഞ്ഞി കുടിക്കാൻ അച്ചാറല്ലേ ബെസ്റ്റ്. കൈ കാലിട്ട് ഈശ്വരാ.
അച്ചാറ് ഇത്രയുള്ള സംഭവം ചെന്നാട്ടെ. ശരി ആര് പൊയ്ക്കോ. എന്തെങ്കിലും സംഭവമൊക്കെ കഴിയുമ്പോ വെളിയിലാണ്. ഉപ്പിന് വേണേ കുറച്ചുകൂടി ഇട്ടോണം. ഇത് നെല്ലിക്കയാണ്, നാരങ്ങന്ന് പറഞ്ഞോളയല്ലേ, അതുപോലെ തിരിച്ചറിഞ്ഞൂടെ, അതുകൊണ്ടാ പറഞ്ഞു. എന്താ വെള്ളം മുഖത്തോടെ. ഇപ്പൊ അടുക്കളയിൽ നിന്ന് അധ്വാനിച്ചതിന്റെ ഒരു എഫക്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ പറഞ്ഞോല്ലേ, ഞാൻ വിളിക്കാം. കയ്യിരിക്കുന്നത് കഞ്ഞി അച്ചാറുവാണേ, മറക്കല്ലേ. ഭാമേ എഴുന്നേക്ക്. നിനക്ക് വിശ്വാസം വരുന്നില്ലേ? നല്ലതാ. സംശയോടെ ഞാൻ കഴിച്ചു കാണിക്കാം. ഇനി കഴിക്ക്. എങ്ങനെയുണ്ട്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നന്നായിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ ആളൊരു ചില്ലറക്കാരിൽ നിന്ന്? ഇനിയെങ്കിലും നീ ഈ കാര്യത്തിൽ എന്നെ അംഗീകരിക്കണം. എന്താ നീയൊന്നും മിണ്ടാത്തെ? എന്നെ അംഗീകരിക്കും പാമേ. മോഹനേട്ടനെ ഞാൻ അംഗീകരിച്ചു. സ്വന്തം ഭാര്യയ്ക്ക് തലവേദന പനിയാണെന്ന് അറിഞ്ഞപ്പോ കാണിച്ച ഈ സ്നേഹമുണ്ടല്ലോ. സാധാരണ ആണുങ്ങളാണെങ്കിലും പറയും, ഒരു തലവേദനയല്ലേ ഉള്ളൂ, സാരമില്ല, നീ തന്നെ അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യുന്ന. അല്ലെങ്കിൽ പറയും, ഞാൻ പുറത്തുപോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാന്ന്. എന്റെ മോഹനേട്ടൻ അതൊന്നും ചെയ്തില്ല. ഞാൻ മോഹനേട്ടനെ സമ്മതിച്ചു. നീ സമ്മതിച്ചല്ല, എനിക്കത് മതി. ഉത്തമൻ പോയോ? പിന്നെ അപ്പോഴേ പോയി. ഏതുത്തമൻ? വന്നതുപോലെ പുറകിലെ വാതിൽ കൂടി തന്നെയായിരിക്കും പോയത്. എന്താ ഈ പറയുന്നേ? എന്നോട് ഇവിടെ തന്നെ ഇരിക്കണം, അടുക്കളയിലോട്ട് വരരുതെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിയായിരുന്നു. ഉത്തമനെ കാണുകയും ചെയ്തു. എന്നാൽ എന്റെ വില്ലേജ് ഓഫീസർ ആള് ബുദ്ധിമാൻ തന്നെയാ. സാരില്ല മോനട്ടാ, വാശിക്ക് ചെയ്താണെങ്കിലും എനിക്ക് കഞ്ഞി കിട്ടിയില്ലേ, അത് നന്നായില്ലേ? നിന്റെ തലവേനോറുണ്ടോ? പിന്നെ ശരിക്കും കുറവുണ്ട്. ഇനിയും വില്ലേജ് ഓഫീസർ പോയി കുളിച്ച് റെഡിയാവും. ഓഫീസിൽ പോണ്ടേ? ഒരു വില്ലേജിന്റെ മൊത്തം കാര്യങ്ങൾ നോക്കേണ്ടതാ. വില്ലേജ് ഓഫീസറോ തഹസീൽദാറോ കളക്ടറോ ഒക്കെ ആവുന്നത് നല്ലതാണ്. പക്ഷേ അത്യാവശ്യം വരുമ്പോൾ ഒരു ചായ ഇട്ട് കുടിക്കാൻ അറിയുന്നതാണ് കൂടുതൽ നല്ലത്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും തുണി അലക്കാനും തേക്കാനും ക്ഷമാശീലയായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഏതൊരാണും വഷളായി പോകുന്നത് പോലെ വഷളായതാണ് മോഹനകൃഷ്ണൻ. ഈ ഒരൊറ്റ സംഭവത്തോടെ വില്ലേജ് ഓഫീസറുടെ സ്വഭാവം മാറുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ഇതിനേക്കാൾ വലിയ അഭ്യാസമാണ് മോഹനകൃഷ്ണന്റെ കയ്യിലിരിക്കുന്നത്. അതെന്താണെന്നറിയാൻ തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് കാര്യം നിസ്സാരം കാണുക.